ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ഞാനൊരു പെരി പെരി മുട്ടപ്പോളത്തെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. അപ്പോൾ അതിനായിട്ട് 4 മുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5-8 പിന്നെ ഈ വറ്റൽ മുളക് ഞാനിവിടെ നല്ലോണം വെള്ളത്തിൽ നല്ലോണം പൊതുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിനൊരു പെരി പെരി മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മല്ലി ചപ്പിട്ട് കൊടുക്കാം. പിന്നെ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ തന്നെ ചെറിയ ജീരകം അതും ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ 1/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി അതും ഇട്ട് കൊടുക്കാം. പിന്നെ എന്തായാലും നിർബന്ധമായിട്ട് ഇതാ ഒറിഗാനോ നല്ല ഫ്ലേവർ അതും ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണിൻ്റെ അത്ര. പിന്നെ ഇതിലേക്ക് ചെറിയ നാരങ്ങ ഉണ്ടെങ്കിൽ ചെറിയ നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഈ വിനാഗിരി 1 സ്പൂണിൻ്റെ അത്ര വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തന്നെ നല്ലോണം ഞാൻ വെള്ളത്തിലിട്ട് പൊതിർത്തി വെച്ച വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞ് പൊറുത്തി വെച്ച കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ലോണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മളെ മുട്ട ഒന്ന് നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ 4 മുട്ടയും ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മളെ പെരി പെരി മുട്ടപ്പോളൻ്റെ മസാല നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 4 മുട്ടയും ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇതിലൊന്ന് നല്ലോണം മുട്ട ഒന്ന് നല്ലോണം മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ എല്ലാം ഇതിൽ ഒഴിച്ചിട്ട് ഞാനിതാ നല്ലോണം ഞാൻ മുട്ടയിലേക്ക് മസാല എല്ലാം ഞാൻ നല്ലോണം തേച്ച് നല്ലോണം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറെ മാറ്റി വെക്കാം. ഞാൻ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കൊടുത്തൊന്ന് കളറ് മാറുന്ന വരെ ഒന്ന് നല്ലോണം വാട്ടിയെടുക്കാം. ഉള്ളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ തന്നെ മുളക് ചതച്ചത് ചില്ലി ഫ്ലെക്സ് അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് തന്നെ
നമ്മളിതാ മുട്ട നല്ല മസാല തേച്ച് പിടിപ്പിച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്നും കൂടി നല്ലോണം ഒന്ന് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ മുട്ടപ്പോളിൻ്റെ ബാറ്റർ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചത് അത് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 2-3 സ്പൂണ് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ഒറിഗാനോ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. മുട്ടപ്പോളിൻ്റെ പെരി പെരി മുട്ടപ്പോളിൻ്റെ ബാറ്റർ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു പാൻ എടുക്കാം. അതിലൊന്ന് എണ്ണ ഒന്ന് നല്ലോണം തടവി കൊടുക്കാം. പാനിൻ്റെ എല്ലായിടത്തും ഇതൊന്ന് എണ്ണ നല്ലോണം സ്പ്രെഡ് ചെയ്യാം. ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാണ്ട് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നത്. ഇത് ചെയ്തതിന് ശേഷം കുറച്ച് ബാറ്റർ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ഗ്യാസിൽ നമ്മളൊരു ചപ്പാത്തി കല്ല് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇതൊന്ന് വെച്ചിട്ട് ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ബാക്കിയും കൂടി നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. ഇതൊന്നൊരു 2-3 മിനിറ്റ് ഒന്ന് സെറ്റാകട്ടെ. അപ്പം ഞാനിതാ ബാറ്റർ ഒഴിച്ചതൊന്ന് സെറ്റായിക്കൊണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഒരേ ലെവലിൽ ഇട്ട് ഇതേപോലെ തന്നെ അധികം അരിക്കോട്ട് ഇട്ട് കൊടുക്കണ്ട. ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല നല്ലോണം എല്ലായിടത്തും ഞാൻ ഒരേ രീതിക്ക് തന്നെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി ഇതിൻ്റെ മേലയിലേക്ക് നമുക്കിതിൻ്റെ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കൈ കൊണ്ട് നല്ലോണം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഭാഗത്തുനിന്നേ ചുറ്റിച്ചു കൊണ്ടുവരാം. എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച് ഒരു ക്യാരറ്റ് ചെറിയതാ നീളത്തിൽ ഇങ്ങനെ നല്ല തോലെല്ലാം പോക്കി കട്ട് ചെയ്താൽ അത് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ആർക്ക് ഇഷ്ടമാണെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. അതേപോലെ ഒന്ന് ഓരോരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഇതൊന്നിനി അടച്ച് വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം. ഒന്ന് അടച്ചു കൊടുക്കാം. ഇതേപോലത്തെ ഒരു ഹോൾസ് ഉണ്ടെങ്കിൽ ഒന്നെന്തെങ്കിലും പേപ്പറോ ഫോയിൽ പേപ്പറോ ഒന്നത് കവർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹോൾസ് നമുക്കൊന്ന് എന്തെങ്കിലും പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു 10-25 മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന്
25 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളിതാ മുട്ടപ്പോള ഇതാ നല്ലതായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഞാനൊന്ന് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാനിലേക്കൊന്ന് ഗീ ഒന്ന് തടവി കൊടുക്കാം. ഗീ ഇതേപോലെ ഒന്ന് ഈ പാനിലൊന്ന് ഗീ ഒന്ന് ആയി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിതിലേക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ചിപ്പിട്ടോട്ട് ഒന്നും കൂടി ഇതാകട്ടെ. ഇതിൻ്റെ മേൽഭാഗം ഒന്നും കൂടി ഒന്നായതിനു ശേഷം എടുക്കാം. ഇപ്പോൾ ഇത് നമ്മളെ പെരി മുട്ടപ്പോള റെഡിയായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഒന്ന് കട്ട് ചെയ്യട്ടെ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടപ്പോള അവിടെ റെഡിയായിട്ടുണ്ട്. മസാലയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.